ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് എളുപ്പത്തിലും സമയം ലാഭിച്ചും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം, വലിയ ജീരകം ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണം കേട്ടോ, അളവിലെടുക്കുക. പിന്നെ 8 ഏലക്ക, ഒരു 8 ഗ്രാമ്പൂ, കറുവാപ്പട്ട 2-3 കഷ്ണം മതി. പിന്നെ കുറച്ച് ഉണക്ക നാരങ്ങയുടെ കുറച്ച് പീസ് എടുക്കാം. പിന്നെ കുറച്ച് ബേ ലീവ്സ് എടുക്കാം. ആദ്യമേ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുക. അത് പൊട്ടി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴത്തേക്കും തീ ഓഫ് ആക്കിയിട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് ഒന്നിളക്കി മിക്സിയുടെ ജാറിൽ തണുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി. എൻ്റെ കയ്യിൽ മല്ലിയും കുരുമുളകും തീർന്നായിരുന്നു, അപ്പോൾ അതാണ് പൊടി എടുത്തത്. അപ്പോൾ ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്ക് ഫോർക്ക് വെച്ചൊന്ന് കുത്തി എല്ലാ പീസും ഒന്ന് കുത്തി കൊടുക്കണം. ഞാൻ ഇവിടെ വലിയ പീസല്ല, ഏകദേശം ബിരിയാണിയുടെ പീസാണ് ഇവിടെ, അതാണ് ഇഷ്ടം. ബിരിയാണിയുടെ വലുപ്പത്തിലുള്ള പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ മസാല എല്ലാം അതിനകത്ത് പിടിക്കും. അപ്പോൾ കുത്തി കിട്ടി കിടക്കുന്ന ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച മസാലയില്ലേ അത് 1 ടേബിൾ സ്പൂൺ നിറച്ചിടണം കേട്ടോ. അത് പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ജീരകം, ഒരു 3-4 ഏലക്ക, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പൂ, 2-3 കഷ്ണം കറുവാപ്പട്ട ഇതെല്ലാം ഇട്ട് പിന്നീട് നമ്മുടെ ചിക്കൻ ക്യൂബ്, അതായത് നമ്മുടെ മാഗി ക്യൂബ്, അത് 2 എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിടുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ഇത് നമുക്ക് മാഗി ക്യൂബിനകത്ത് ഉപ്പ് കാണും, പിന്നെ നമുക്ക് ഇച്ചിരി ആവശ്യമാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. എനിക്ക് ഇച്ചിരി കൂടെ മുളക് പൊടി വേണമെന്ന് തോന്നി, അതും കൂടി ഇട്ടു. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ഇടുകയാണ്. ഒരു നുള്ളു 2 നുള്ളു മതിയാവും. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതിയേ, ഓപ്ഷണലാണ്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മൂടി ഫ്രിഡ്ജിൽ വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ, 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. സമയക്കുറവാണെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ വെച്ചാൽ മതിയാകും കേട്ടോ. ഈ സമയത്തിന് നമുക്ക് അരി നല്ലപോലെ കഴുകണം. ഏകദേശം ഒരു 3 വട്ടങ്ങൾ നല്ല വൃത്തിയായിട്ട് കഴുകണം. അതിൻ്റെ കട്ടൊക്കെ അങ്ങ് പോകും. എന്നിട്ട് ഒരു 30 മിനിറ്റ്, 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അരി കുതിരുന്ന സമയത്തിന് നമുക്കൊരു വലിയ സവാളയുടെ പകുതി ഭാഗവും പിന്നെ ഒരു ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കാം. പിന്നീട് നമുക്ക് ചോറ് തിളപ്പിച്ചെടുക്കാനുള്ള വെള്ളം എടുക്കാം. നമ്മൾ വെള്ളത്തിലേക്ക് ഒരു 8-10 ഏലക്ക, 8-10 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, കുറച്ച് കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഉണക്കനെല്ലിക്കയുടെ ബാക്കി ഇരുന്നത്, പിന്നെ മാഗി ക്യൂബ് 2 പൊടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പിടണം. മാഗി ക്യൂബിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പുണ്ടതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് കൂടിപ്പോകും. വെള്ളത്തിൽ വെച്ച് ഉപ്പ് മുന്നിൽ നിൽക്കണം, എന്നാലും നമ്മുടെ ചോറിന് ഉപ്പ് തോന്നത്തുള്ളൂ. അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ എടുത്തിട്ട് നമ്മൾ വലിയ ഉരുളിയിൽ സൺഫ്ലവർ എണ്ണ ഒഴിക്കാവുള്ളൂ കേട്ടോ. സൺഫ്ലവർ എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ എല്ലാം നിരത്തിയിട്ട് അതിൻ്റെ കുറച്ച് നെയ്യ് ഒഴിക്കാം. അപ്പോൾ ചിക്കന് നല്ല ഫ്ലേവർ കിട്ടും. ചിക്കൻ അപ്പം മൊരിഞ്ഞ് വെള്ളം ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവാളയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടരുത്. ചിക്കൻ്റെ ഫ്ലെയിം മീഡിയം ലെവലിൽ ഇടണം കേട്ടോ. ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം, അതാണ്. പിന്നെ അടിയിൽ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ നമ്മൾ വെന്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം തിളച്ച് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ അരി ഇട്ടായിരുന്നു. വെള്ളത്തിൽ കുറച്ച് ബേ ലീവ്സും പിന്നെ നമ്മുടെ സർവ്വസുഗന്ധി ഇലയുണ്ടല്ലോ, അതിന് കുറച്ച് ഫ്ലേവർ നല്ലതാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അരിയൊക്കെ നല്ലപോലെ വെട്ടിത്തെളിച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് അത് വേഗം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അരി വേകുന്ന സമയത്തിന് ഇച്ചിരി മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കി നമുക്ക് കളറിന്, പിന്നെ റെഡ് ഫുഡ് കളർ അതും കൂടെ ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ തുള്ളി മതി ഒന്ന് കലക്കി വെച്ചേക്കാം. അപ്പോൾ എന്താ അരി നല്ലപോലെ വെട്ടിത്തെളിച്ച് വരുന്നുണ്ട്. നമുക്ക് അരി ഇച്ചിരി കൂടെ വേവണം. അത് ഞാൻ ഇങ്ങോട്ട് മൂടി വെച്ചു. എന്നിട്ട് ചിക്കൻ ആകാത്തതൊക്കെ തിരിച്ചു വിട്ടു. ഈ സമയത്ത് നമുക്ക് മന്തിക്കുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കാം. അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തക്കാളി ഒരെണ്ണം, ഒരു വലിയൊരു തക്കാളിയായിരുന്നു, പിന്നെ സവാള പകുതി, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ വിനാഗിരിയും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. അരക്കാൻ നോക്കിയപ്പോൾ കറണ്ട് പോയി. പിന്നെ എന്ത് ചെയ്യും, നേരെ അതെടുത്ത് ചോപ്പറിലോട്ട് വലിച്ച് ചട്നിയാക്കി. അപ്പോൾ നമ്മുടെ അരിയൊക്കെ തിളച്ച് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി വേവ് നിർത്തി വേണം എടുക്കാൻ കേട്ടോ, നമുക്ക് ദം ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത് ഊറ്റി വെള്ളം കളയാനിട്ടു. അപ്പോൾ ഫ്രൈ ആയിരിക്കുന്ന ചിക്കൻ്റെ മേളിലേക്ക് നമുക്ക് ആ ചോറിടാം. അപ്പം ചോറിടുന്നതിന് മുന്നേ ചിക്കൻ്റെ മേലോട്ട് മല്ലിയില ഇടണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മുടെ ആ സവാളയും ക്യാപ്സിക്കവും ഒക്കെ നല്ലപോലെ വെന്ത് ചിക്കനകത്ത് ഇതായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന മഞ്ഞപ്പൊടി കലക്കിയതും ഫുഡ് കളറും ഇച്ചിരി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 4-5 പച്ചമുളക് കുത്തി വെക്കാം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊരു ദം ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചട്നിയൊക്കെ ചോപ്പറിൽ നിന്ന് മാറ്റി വെച്ചു. മയണൈസ് ഒഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴും കറണ്ട് വന്നിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, മയണൈസ് ഇല്ലാതെ മന്തി കഴിക്കേണ്ടി വന്നു. പിന്നെ രാത്രി കഴിച്ചപ്പോഴത്തേക്കും മയണൈസ് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വേവ് നല്ല സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ മേളിലത്തെ റൈസ് കുറച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടിയിലെ ചിക്കൻ വരയ്ക്ക് വേറൊരു പാത്രത്തിലോട്ട് ആക്കുക. എന്നിട്ട് ആദ്യം മാറ്റി വെച്ച റൈസ് ഈ റൈസിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ കളറും രുചിയും ലഭിക്കും. അപ്പോൾ നമ്മുടെ ചിക്കനും റൈസും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിൽ റൈസൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന അതേ രുചി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഈസി ആയിട്ട് തരയ്ക്കാൻ അടിപൊളി മന്തി നമുക്ക് സെർവ് ചെയ്യാം. കുറച്ച് കുക്കുമ്പർ അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണി വെക്കുന്നതിനെക്കാട്ടി എളുപ്പമായിട്ടോ മന്തി. അത്രയും സവാളയോ എണ്ണയോ അത്രയും ഐറ്റംസ് കുറവ് മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മന്തി റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.